നമസ്കാരം, ഞാൻ ബോബിക് സാഗർ. ഇന്ന് 30 വർഷത്തിലേറെയായിട്ട് കലാരംഗത്ത് തൻ്റെ ജൈത്രയാത്ര തുടരുന്ന ഒരു കലാകാരനൊപ്പമാണ് ഞാനുള്ളത്, ബിജു മൂക്കുണ്ടൂർ. ഇന്ന് ബിജുവിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. സ്വാഗതം ബിജുട്ടാ. ബിജുട്ടാ നമസ്കാരം. നമസ്കാരം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ബീച്ചണ്ണാണ് പറയേണ്ടത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഫീൽഡിലേക്കുള്ള ഒരു വരവ്? ഗായകനായിട്ടായിരുന്നല്ലോ ആദ്യം ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? എങ്ങനെയായിരുന്നു? അത് ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും അധികം ഇങ്ങനെ ആദ്യം പാടിയിട്ടില്ല. ഒരു വർഷം മാത്രമേ പാടിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ അതിന് ശേഷം പള്ളികളിലൊക്കെ ഇങ്ങനെ പാടി തുടങ്ങി. അങ്ങനെ പതുക്കെ ഗാനമേളയ്ക്കൊക്കെ വന്ന് അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഇതിൻ്റെ തുടക്കം. ഇപ്പോൾ ഒരു ഗായകൻ എന്നുള്ള നിലയ്ക്ക് ഏതൊരു സാഹചര്യത്തിലായാലും ഗാനമേളയിൽ പാടാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഗാനമേള ഫീൽഡിലേക്ക് വന്നത്? ഗാനമേള ഞാൻ അത്യാവശ്യം മലയാളം പാട്ടൊക്കെ പാടുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ അങ്കമാലിലൊക്കെ കുറേ ശ്രമിച്ചു, എങ്ങും നടന്നില്ല. അങ്കമാലിൽ അന്ന് കുറച്ച് ട്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യവശാൽ ഞാൻ ഈ കൊയർ പാടിക്കൊണ്ട് നടന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എറണാകുളത്ത് കൊച്ചിൻ ബീറ്റേഴ്സ് എന്ന് പറഞ്ഞ ട്രൂപ്പിൽ ചെന്ന് അവിടെ കുറച്ച് കാലം പാടി. പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കൊയർ ഇവിടെ അധികം കൊയറുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. പിന്നെ അങ്ങനെ അവിടുത്തെ അത് വൈൻഡപ്പ് ചെയ്ത് ഇവിടെ കൊയർ പരിപാടിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. പാടാൻ തുടങ്ങിയ സമയത്ത് തന്നെ തൃശ്ശൂർ റേഡിയോ സ്റ്റേഷനിലും ആകാശവാണിയിലൊക്കെ ഒത്തിരി പാടിയിട്ടുണ്ട്. ഞാൻ ചെന്നുപെട്ട ഒരു ഗ്രൂപ്പ് അങ്ങനത്തെ ആയിരുന്നു, നല്ലൊരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഈ ഗാനമേള വേദിയിൽ നിന്നും കൊയർ മേഖലയിൽ ഇപ്പോൾ ചേട്ടൻ കൊയർ എന്ന് പറയുന്ന ഒരു ദൈവസന്നിധിയിൽ പാടുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഗായകനാണ്. അതും നിരവധി വലിയ വലിയ പള്ളികളിൽ ബീച്ചേട്ടൻ്റെ ശബ്ദം എല്ലാ ആഴ്ചകളും മുഴങ്ങി കേൾക്കുന്ന ഒരു ഭാഗ്യം, അങ്ങനെ പാടാനുള്ളൊരു ഭാഗ്യം ചേട്ടനുണ്ട്. അപ്പോൾ ഗാനമേളയിൽ നിന്ന് മാറി അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് മാറാനുണ്ടായ ഒരു കാര്യം എന്താണ്? അതായത് ഗാനമേളയിൽ എൻ്റെ ഒരു കഴിവനുസരിച്ച് അത്ര ഒരു നല്ല സിംഗർ ആയിരുന്നില്ല ഞാൻ. ഓക്കെ. പക്ഷേ കൂടുതൽ അന്നത്തെ ഒരു ഇൻകം വെച്ചൊക്കെ നോക്കുമ്പോൾ ഗാനമേളയ്ക്ക് പോയപ്പോൾ ബോബി ഗാനമേളയ്ക്ക് പോകുന്ന ആളാണല്ലോ. അതെ അതെ. ഒരു ഗാനമേളയ്ക്ക് പോയ 2 ദിവസം പോക്കണം. അതെ അതെ. എനിക്ക് ആ സമയം കൊണ്ട് ഇവിടെ ഒത്തിരി കൊയറുകൾ കവർ ചെയ്യാൻ പറ്റിയൊരു സന്ദർഭമായിരുന്നു അന്ന്. ഇപ്പോൾ ഉള്ള പള്ളികളിൽ ഏതാണ് നമ്മുടെ ഇവിടെയുള്ളതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏത് പള്ളികളാണ് സ്ഥിരമായിട്ട് പാടി? 2 പള്ളിയുണ്ട്. ഒന്ന് കൊരട്ടി സെൻറ്റ് ആൻസിൽ ഞാനൊരു 91 മുതൽ പാടുന്നതാണ്, ഇപ്പോഴും പാടുന്നുണ്ട് അവിടെ. അതുപോലെ അങ്കമാലിലെ ഫേമസ് ആയിട്ടുള്ള യൂദാപുരം പള്ളി, അവിടുത്തെ മെയിൻ ദിവസം വ്യാഴാഴ്ച ഞാൻ തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ എവിടെയായിരുന്നു? പിന്നെ എൻ്റെ സ്ഥിരം ഇടവ പള്ളിയിലുണ്ട്, തൊട്ടപ്പുറത്ത് വേറൊരു ആശ്രമ ദേവാലയമുണ്ട്. ഇത് 4 പള്ളിയും എൻ്റെ സ്വന്തം പള്ളി പോലെയാണ് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു ഗായകൻ ഒക്കെ ആകുമ്പോൾ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. എത്തരത്തിലാണ് ബിജു ചേട്ടൻ്റെ ഒരു ഫീൽ? ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്നല്ല, ബിജു ചേട്ടൻ്റെ ഒരു ഫീൽ എന്താണ് അതിൻ്റെ ഒരു? എൻ്റെ ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി പാടാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുന്നതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയെന്നല്ല ഞാൻ. എങ്കിൽ തന്നെയും ഈ പാട്ടിൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു എഴുത്തുകാരനും ചെയ്തു വെച്ചാൽ ഒരു പാട്ടിൻ്റെ ആ മൂല്യം കളയാതെ തന്നെ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ രീതി തന്നെയാണ് ഞാൻ ഇപ്പോഴും പാടുന്നുണ്ട് എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്നെ ആ ഫീൽഡിൽ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത്. അന്ന് ഇറങ്ങിയ കാലത്തുള്ള പോലെ തന്നെ ഇപ്പോഴും ഞാൻ ആ ഫീൽഡിൽ തന്നെ ഉണ്ട്. ചേട്ടാ, ഗായകൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ഉയർന്നപ്പോൾ സംവിധാന മേഖലയിലുണ്ട്. അതുകൂടാതെ തന്നെ നിരവധി ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്, ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതായത് ഒരു ഗായകൻ എന്നുള്ള എക്സ്പീരിയൻസും, അതായത് സ്റ്റുഡിയോ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതും കൂടാതെ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് ഞാൻ ചെന്നുപെട്ടത് നല്ല കുറച്ച് കലാകാരന്മാരുടെ കൂടെയാണ് കൊയറിന് പാടാൻ ചെന്നത്. അപ്പോൾ അവരോട് ഒരുമിച്ച് തൃശ്ശൂർ നിലയത്തിൽ ഒത്തിരി തവണ പാടിയിട്ടുണ്ട്. റെക്കോർഡിങ്ങിന് ജീവിതത്തിൽ ആദ്യമായിട്ട് പാടുന്നത് 4 ട്രാക്ക് സ്റ്റുഡിയോ, പഴയ കാലത്തെ സ്പൂള്, അങ്ങനൊരു സിസ്റ്റത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. പിന്നെ അതിൻ്റെ അഡ്വാൻസ് ചെയ്തൊന്നല്ല 8 ട്രാക്ക് 16 ട്രാക്ക് അങ്ങനെയുള്ള അതിനകത്ത് വന്ന് പാടി. പിന്നീട് ഞാൻ ട്രാക്ക് ഗായകനായിട്ട് കുറച്ചാൾ
ക്രിസ്ത്യൻ ഡിവോഷൻ ക്രിസ്ത്യൻ തന്നെ അറിയപ്പെടുന്ന ഇപ്പം ക്രിസ്ത്യൻ സംഗീത രംഗത്ത് അറിയപ്പെടുന്ന സംവിധായകനാണ് ജേക്കബ് കൊർട്ടി. അദ്ദേഹത്തിൻ്റെ കൂടെ ഒത്തിരി ഗായകർക്ക് ഇന്ന് അറിയപ്പെടുന്ന എല്ലാ ഗായകർക്കും തന്നെ ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ട്. അത് ട്രാക്ക് പാടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സജ്ജീകരണം പോലെയല്ല. എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഉള്ള ഒരു ഗ്രൂപ്പിലാണ് പാടുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് പാടണം. അത് എല്ലാവരും ഗായകരല്ല, ഇൻസ്ട്രുമെൻ്റ് എല്ലാം ഉണ്ടാവും. അല്ല, ഇതിൻ്റെ കോറസുമായിട്ട് ബന്ധപ്പെട്ട അതൊക്കെ പിന്നീട് എടുക്കണം. നമ്മൾ ട്രാക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 7 വയലിൻ, അതുപോലെ 2-3 സെറ്റ് തബല, സിത്താറ്, ഫ്ലൂട്ട്, ഗിറ്റാർ, കംപ്ലീറ്റ് കീബോർഡ്, അങ്ങനെ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രാക്ക് പാടി കൊടുക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് പാടിയാൽ മാത്രമേ നമുക്ക് അതിനകത്ത് വിൻ ചെയ്ത് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 6-7 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ, അതൊക്കെ എനിക്കിപ്പോൾ വരുന്ന ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഗുണമാണ്. അങ്ങനത്തെ പാട്ടുകൾ കുറച്ചൊക്കെ പാടിയിട്ടുണ്ട്. ഗായകൻ എന്നുള്ള നിലയിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ ചേട്ടൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് എങ്ങനെയായിരുന്നു സംഗീത സംവിധാന രംഗത്തേക്ക് വന്നത്? സംഗീത സംവിധാന രംഗത്തേക്ക് ഞാൻ കടന്നു വരുന്നത് കൊറോണയ്ക്ക് ശേഷമാണ്. അതിനു മുമ്പ് ഒത്തിരി പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആൽബം ബേസ് ചെയ്തുള്ള പാട്ടുകൾ ഈ കൊറോണയ്ക്ക് ശേഷമാണ്. അതിന് മുന്നോടിയായിട്ട് എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമായ ടോം കുളങ്ങര, അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, കൊറോണയുടെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്, അത് ബിജു പാടിയ നന്നായിരിക്കും, കൂടാതെ ആരെങ്കിലും നല്ലൊരു ഗായിക വേണം. ചിത്ര അരുണാണ് അവർ നിർദ്ദേശിച്ചത്. അങ്ങനെ ആ ഒരു പാട്ടാണ് ആൽബം രംഗത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ബേബി കാക്കശ്ശേരി, നല്ലൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരുമിച്ചാണ് ഇപ്പോൾ ഒത്തിരി വർക്കുകൾ ആൽബം സംഗീത സംവിധാന രംഗത്ത്, ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും വിഷു വന്നാലും പല 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 മേഖലകളിൽ ലവ് സോങ്സ്, ഇങ്ങനെ ഒത്തിരി വർക്കുകൾ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനം ചെയ്യാനായിട്ടും നല്ല നല്ല ഗായകരെ വിളിച്ച് പഠിക്കാനായിട്ടും എനിക്ക് അവസരമുണ്ടായി. അപ്പോൾ ഗായകൻ എന്നുള്ള നിലയിലും ഇപ്പോൾ സംഗീത സംവിധായകൻ എന്നുള്ള നിലയിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് പുരസ്കാരങ്ങൾ. അത് നിരവധി പുരസ്കാരങ്ങൾ നേടാനിപ്പോൾ ബീച്ചേട്ടന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുരസ്കാരങ്ങളുടെ ഒരു വിശേഷം അത് എന്തൊക്കെയായിരുന്നു ഒന്ന് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി? അത് ഈ 2025 ഫെബ്രുവരി മാസത്തിലാണ് എനിക്ക് ആദ്യത്തെ പുരസ്കാരം. അത് സിനിമാ സീരിയൽ വർക്കേഴ്സ് യൂണിയൻ തിരുവനന്തപുരം, അവർ ഇതുപോലെ ആൽബങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് സംഗീത സംവിധായകനുള്ള എൻ്റെ കണ്ണിൻ്റെ കാവടിയാട്ടം എന്നുള്ളൊരു ആൽബത്തിൽ അത് അതിൻ്റെ അഫ്സൽ പാടിയൊരു പാട്ടിന് വേണ്ടിയിട്ടാണ് എഴുതിയത്. ബേബി കാക്കശ്ശേരി തന്നെ, അദ്ദേഹം തന്നെയാണ്. ആ പാട്ടിനാണ് എനിക്ക് ആദ്യത്തെ സംഗീത സംവിധായകനുള്ള അവാർഡ് കിട്ടിയത്. നിന്റെ പിലിക്കണ്ണുകൾ കാവടിയാടിയ കാവിലെ പൂരം കൊടിയേറി, നിന്റെ പിലിക്കണ്ണുകൾ കാവടിയാടിയ കാവിലെ പൂരം കൊടിയേറി, ആൽത്തറമേലിന്ന് ഒറ്റയ്ക്ക് നിന്നപ്പോൾ, ആൽത്തറമേലിന്ന് ഒറ്റയ്ക്ക് നിന്നപ്പോൾ, ആ മുഖമെന്നിൽ കുടിയേറി, ആ രൂപമെന്നിൽ കുടിയേറി, നിന്റെ പിലിക്കണ്ണുകൾ കാവടിയാടിയ കാവിലെ പൂരം കൊടിയേറി, നിന്റെ പിലിക്കണ്ണുകൾ കാവടിയാടിയ കാവിലെ പൂരം കൊടിയേറി. അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കുറേ അംഗീകാരങ്ങൾ നാട്ടിലും അവിടെയൊക്കെ കുറച്ച്. അതിനുശേഷം പിന്നെ ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരത് സേവക് സമാജ്, ഡൽഹി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിൻ്റെ തിരുവനന്തപുരം വെച്ചായിരുന്നു അതിൻ്റെ ഇത്തവണത്തെ. അത് കലാകാരന്മാരെ ഉയർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഒരു സംഗീത സംവിധാനത്തിനോ പാട്ടിനോ അല്ല അത്. ഞാൻ സംഗീത മേഖലയ്ക്ക് ഞാൻ ഇതുവരെ ചെയ്ത എൻ്റെ സംഭാവനയ്ക്ക് എനിക്ക് തന്ന അംഗീകാരമാണത്. ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകൻ എന്നതിലുപരി ഒരു നൃത്ത സംഗീത അക്കാദമി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ സാരഥി കൂടിയാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ബീച്ചേട്ടൻ്റെ വാക്കുകൾ.
മെലഡീസ് മ്യൂസിക് ഡാൻസ് അക്കാദമി. അത് 2016 സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ കരാമർമ്മത്താണ് അങ്കമാലിക്കടുത്ത് സ്ഥിതി ചെയ്യുന്നത്. 100-ൽ പരം കുട്ടികൾ ഇപ്പോൾ നിലവിലുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസിക്കൽ, ഓക്കെ, ഭരതനാട്യം, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, ഡ്രംസ്, ഇതൊക്കെയാണ് അവിടെ ക്ലാസ്സുകൾ. ചെറുപ്പത്തിലൊന്നും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നും അത് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നമ്മുടെ ജീവിത സാഹചര്യവും ഒക്കെ അതിനെ അനുവദിച്ചിട്ടില്ല. ആ ഒരു സംഭവം, പിന്നെ ഞാൻ ഇത്രയും പാടി, വർക്കുകൾ പാടി എന്നൊക്കെ അഭിമാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയപരമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അതിൻ്റെ കുറവുകൾ എനിക്ക് എല്ലാ വേദികളിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല നല്ല മ്യൂസിക് ഡയറക്ടർമാരുടെ വർക്കിനൊക്കെ ചെല്ലുമ്പോൾ ഇതൊരു കുറവ് തന്നെയാണ് ശരിക്കും. ഓക്കെ. ആ കുറവ് മനസ്സിലാക്കിയിട്ട് ഇനി വരുന്ന തലമുറയ്ക്ക് എന്നാൽ ചെയ്യാവുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിൽ നല്ല മാഷന്മാരെ വെച്ചിട്ടാണ് സ്ഥാപനം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അങ്കമാലിയിൽ ഇപ്പോൾ അറിയപ്പെടുന്നൊരു സ്ഥാപനമാണ്. ഒത്തിരി പിള്ളേർ, നല്ല കഴിവുള്ള പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ച് ഗ്രേഡ് എഴുതിയ പിള്ളേരൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നല്ല രീതിയിൽ തന്നെ സ്ഥാപനം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ബീച്ചേട്ടൻ പറഞ്ഞൊരു കാര്യത്തിൽ എന്നെ ടച്ച് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ചേട്ടൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചല്ല, അതിൻ്റെ ഒരു പോരായ്മ ചേട്ടനുണ്ട് എന്നുള്ളത് ചേട്ടൻ തുറന്ന് സമ്മതിക്കുകയാണ്. ഇപ്പോൾ ഞാനടങ്ങുന്ന പല സ്വയം പ്രഖ്യാപിത ഗായകരുണ്ട്. ഇതൊന്നും അംഗീകരിക്കില്ല. കാരണം വെച്ചാൽ പാട്ടുകാരനായിട്ട് ജനിച്ചു, അല്ലെങ്കിൽ പാട്ടുകാരനാണ് എന്നൊരു സംഭവത്തിലാണ് ഇപ്പോൾ പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ അത് ചേട്ടനത് തുറന്നു പറയാണ്ടായത് അത് ചേട്ടൻ്റെ ഒരു നന്മയാണ്, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ചേട്ടനെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പിന്നെ അത് കൂടാതെ ചേട്ടൻ്റെ വീട്ടിലുള്ളവരൊക്കെ പാടുമല്ലേ, വീട്ടുകാരൊക്കെ അത്യാവശ്യം എല്ലാവരും പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ, ഇൻസ്ട്രുമെൻസും എല്ലാവരും ഉണ്ട്. അതായത് അപ്പച്ചൻ്റെ ഫാമിലിയിൽ എല്ലാവരും പാടുന്ന ആളാണ്. അമ്മച്ചിയുടെ ഫാമിലി തന്നെ ആയാലും രംഗത്തുണ്ട് എല്ലാവരും അത്യാവശ്യം അറിയപ്പെടുന്ന പാട്ടുകാരാണ്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും പിടിച്ചെടുത്തുന്നത് നമ്മുടെ ബന്ധങ്ങളാണ്. ഇപ്പോൾ ഏകദേശം 30 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ബന്ധങ്ങൾ എത്രമാത്രം, നമ്മുടെ പഴയ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? തീർച്ചയായിട്ടും ബോബി ചോദിച്ചൊരു ചോദ്യം എന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞു, കൊരട്ടി സെൻറ്റ് ആൻസിൻ്റെ തീർത്ഥാടനത്തിലാണ് ആദ്യമായിട്ട് പുറത്ത് പാടാൻ പോയിട്ട്. ഇപ്പോഴും പാടുന്നുണ്ട് അവിടെ. അന്ന് എന്നെ അവിടെ കൊണ്ടുപോയി ഒരു ഫ്രാൻസ് ചേട്ടനുണ്ട്. അതുപോലെ അന്ന് കൺസേർട്ടും ഗായകനാണോ അദ്ദേഹം? തബലിസ്റ്റായിരുന്നു. അന്ന് അവിടെ കീബോർഡ് വായിക്കുന്ന രാജേട്ടൻ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ. അതുപോലെ ഗിറ്റാർ വായിക്കുന്ന ജോസേട്ടൻ, കലാഭവൻ ജോസേട്ടൻ, ഇപ്പോൾ സിത്താർ സേവർ എന്നറിയപ്പെടുന്ന സേവർ, അതുപോലെ കമ്പോസറും എൻ്റെ സ്റ്റുഡിയോ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന കുര്യാക്കോസ്, അവരൊക്കെ ഇപ്പോഴും, അതുപോലെ അങ്കമാലി സൗണ്ട് വർക്ക് ചെയ്യുന്ന ജോയിച്ചേട്ടൻ, ഈ ഫീൽഡിൽ എന്നെ പരിചയപ്പെടുത്തിയ ആൾക്കാർ ഇവരൊക്കെയാണ്. ഓക്കെ. ഓക്കെ. അവരുടെ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ട്. ആ ഒരു സഹകരണം തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ വർക്കുകളിലും ഇത് ഈ പറഞ്ഞ പോലെ ഇവരെല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. അതൊരു വലിയ കാര്യമാണല്ലോ. നമ്മൾ തുടക്കം വെച്ച ആളുകൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. എല്ലാ പ്രോത്സാഹനങ്ങളും അവരൊക്കെ തന്നെയാണ്. ഓക്കെ. അത് ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം എടുക്കുമ്പോൾ പറയാൻ പറ്റും. ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടി ചേട്ടൻ അങ്കമാലിൽ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സഹകരണം, അതായത് അതിൽ വരുന്ന ആളുകളെ നമുക്ക് കണ്ടാൽ നമുക്കറിയാം. കാരണം അത് പഴയ ആളുകൾ, ഭൂരിഭാഗം പഴയ ആളുകൾ ഉണ്ടാവാറുണ്ട്. നമുക്കും കുറച്ച് പരിപാടികൾ പങ്കെടുക്കാൻ സാധിച്ചല്ലോ. ഇപ്പോൾ സംഗീത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പോൾ ഈ സംഗീത സംവിധാനത്തിൽ നമുക്ക് പ്രൊഫഷണൽ വളരെ വലിയ പാട്ടുകാരല്ലാതെ ചെറിയ പാട്ടുകാർക്കും അവസരം കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേർക്ക് അവസരം കൊടുക്കാൻ സാധിച്ചിട്ടില്ലേ? ഒത്തിരി പേർക്ക്. അതായത് നല്ലൊരു ഭാഗം പുതിയ ഗായകന്മാർക്ക് ഞാൻ എൻ്റെ അവസരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ അവസരം വരെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. പുതിയ ആളുകൾ പാടിക്കാനും, ഒരു പാട്ടുകാരൻ, ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു മാറ്റർ ഒരു വർക്ക് തന്നിട്ട് ഇന്ന ഗായകനെ കൊണ്ട് പാടിക്കണം എന്ന് പറഞ്ഞതല്ലാതെ, അങ്ങനെ പറയും ചിലർ. അതല്ലാതെ ഇത് ബിജു ആരെ കൊണ്ടൊന്ന് പാടിച്ചോ എന്ന് വരുമ്പോൾ, അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഉടനെ ഇങ്ങനെ എൻ്റെ റൗണ്ട്സിലുള്ള പുതിയ ആൾക്കാരെ ഞാൻ നോക്കും.
അതിൽ ഞാനും ഒരു ഭാഗമായിട്ട് ഞാൻ ചായപ്പാട്ട് പാടിയത്. ബോബി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബോബിയുടെ സ്റ്റുഡിയോയിൽ വെറുതെ വരാൻ പറഞ്ഞുള്ളൂ. ഓ അതെ ഇവിടെ വരെ വന്നിട്ട് പോകാൻ പറഞ്ഞു. അതെ അതെ, ഞാൻ പാട്ടാന്ന് വിചാരിച്ചിട്ടല്ല വന്നത് സത്യത്തിൽ. അതുപോലെ പല ഗായകന്മാരെയും ഞാൻ ഞെട്ടിച്ചിട്ടുണ്ട്. ഓ അവരൊക്കെ നന്നായിട്ട് പാടി പോയിട്ടുണ്ട്. ഓ ഈ ചെറിയ ചെറിയ പള്ളികളിൽ പാടുന്ന ചെറിയ ചെറിയ കൊയർ ഗ്രൂപ്പുകളിലെ പിള്ളേരൊക്കെ ഒത്തിരി പേരെ ഞാൻ ഇങ്ങനെ സ്റ്റുഡിയോകളിലും എൻ്റെ ക്രിസ്മസ് പാട്ട് തന്നെ പാടിക്കുന്നത് എല്ലാം എടുത്തു നോക്കി അറിയാം. എല്ലാം വിവിധ കോറസുകളാണ്. ഓ സ്ഥിരം കോറസുകളല്ല. ക്രിസ്മസ് പാട്ട് ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് പാട്ടിന് ഒരു പ്രത്യേക ഒരു കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ക്രിസ്മസ് പാട്ടുകൾ ആ ക്രിസ്മസ് പാട്ടുകൾ എടുത്തു നോക്കിയാൽ എല്ലാത്തിലും വേറെ വേറെ കോറസ് ആയിരിക്കും. കാരണം പുതിയ പുതിയ പിള്ളേരായിരിക്കും അവർ. അവർക്കൊരു അവസരം കൂടിയാണ്. വലിയ കാര്യമാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പിള്ളേർ ഒത്തിരി നല്ല ഗായകന്മാരും ഉണ്ട് അവിടെ. അവരെയും ഞാൻ ഇതുപോലെ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്, ഓണപ്പാട്ടും ഇതൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ പുതിയ തലമുറയ്ക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ കഴിവ് പോലെ ഇരിക്കും. പിന്നീടുള്ള വർക്ക് വരുന്നതും ഒരു കലാപ്രസ്ഥാനത്തിൻ്റെ സാരഥിയാണ്. അപ്പോൾ ഒരു കലാസംഘടന എങ്ങനെയായിരിക്കണം എന്നാണ് ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട്? അത് എനിക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലാതെ അത് ഒരു പേഴ്സണൽ ചോദ്യമാണ്. ഒരു കലാസംഘടന എങ്ങനെയായിരിക്കണം? ഒരു കലാപ്രസ്ഥാനത്തിൻ്റെ സാരഥിയാണ്, അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോകുന്ന ഒരാളാണ് ചേട്ടൻ. ഒരു കലാപ്രസ്ഥാനം, അതൊരു കലാസംഘടന എങ്ങനെയായിരിക്കും? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ കല തന്നെയല്ല, എന്ത് സംഘടനയായാലും, ഇപ്പോൾ കലയായാലും കായികമായാലും ഇനി ഏത് രീതിയിലുള്ളതായാലും പ്രസ്ഥാന സംഘടന എന്ന ബേസിൽ വരുന്നുണ്ടെങ്കിൽ അതിലവിടെ അവരുടെ കഴിവിൻ്റെ മാനദണ്ഡം വേണ്ട, അവിടെ മനസ്സ് മതി. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഏത് സംഘടനയും. അതായത് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് കലാ സംഘടനയിൽ കലാകാരന്മാർ മാത്രമല്ല, അതായത് അതല്ല, ആ കലയെ ഇഷ്ടപ്പെടുന്നവർ കൂടിയുള്ള ഒരു സംഘടന. അതായത് കലാ സംഘടന അതല്ലെങ്കിൽ ഒരു കായിക സംഘടനയാണെങ്കിൽ ഇപ്പം എല്ലാവരും ഒരേപോലെ ഓടാൻ പറ്റുന്നവരോ? അതില്ല, ഇല്ലല്ലോ. പക്ഷെ ആ സംഘടനയിലെ മെമ്പേഴ്സായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ കഴിവ് എല്ലാവർക്കും അവിടെ പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ബാക്കിലേക്ക് പോകും. അതെ 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 അതെ, കഴിവിൻ്റെ ആവശ്യമില്ല അവിടെ. അവരുടെ മനസ്സ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. അതൊരു വലിയ നല്ലൊരു, ഇപ്പം എന്ത് കാര്യത്തിനായാലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ നമുക്കവിടെ നല്ലൊരു ഇന്ന് കേരളത്തിലുള്ള ഏത് സംഘടന അങ്ങനെയാണ്. അതെ അതെ അല്ലേ? അതെ, അങ്ങനൊരു നിലപാടാണ് എനിക്കുള്ളത്. ക്രിസ്തീയ ഭക്തിഗാന മേഖലയിൽ ഒരുപാട് കാസറ്റുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് കാസറ്റാണല്ലേ, കാസറ്റുള്ള സമയത്താണ് പാടുന്നത്. അപ്പോൾ നമ്മുടെ ജേക്കബ് കോർട്ടി സാറിൻ്റെ പാട്ടുകൾ കുറേ പാടി. ഇത് കൂടാതെ വേറെ ചേട്ടനെ ഒരുപാട് സ്വാധീനിച്ച ഉണ്ട്. പിന്നെ സംഗീത സംവിധായകൻ ജോജി ജോൺസ്, അദ്ദേഹം അറിയപ്പെടുന്ന ദൈവം തന്നാൽ എല്ലാം എന്നുള്ള പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തിടെ ജേക്കബേൻ്റെ പാട്ട് പാടാനുണ്ട്. ജോജിയുടെ കുറേ പാട്ടുകൾക്ക് കുറച്ച് പാടിയിട്ടുണ്ട്, കുറേ അയ്യപ്പക്തി ഗാനം, ക്രിസ്ത്യൻ ഡിവോഷണൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ് സംഗീത രംഗത്ത്? ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ പാട്ടുകൾ ചെയ്യാനുണ്ട്. അതുകൂടാതെ പൂവാലൻ എന്നൊരു സോങ് ഇറങ്ങാനുണ്ട്. അത് ആൽബാണോ? ആൽബം. പാട്ട് റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞു. അഫ്സലാണ് പാടിയേക്കുന്നത്. അതിൻ്റെ വീഡിയോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി പറയാനുള്ളത് അതാണ്. ബാക്കി പ്രോജക്റ്റുകൾ ചെയ്യുന്നത്. ക്രിസ്മസിൻ്റെ സമയമായിരിക്കും കരോൾ ഗാനങ്ങൾ ഉണ്ട്. ചേട്ടാ, ഈ ട്രാക്ക് പാടുന്ന പറയുന്നത് ഇന്ന് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലല്ലോ. ഉണ്ട്, വളരെ കുറവാണ്. സംഗീത സംവിധായകർ തന്നെ പാടി അങ്ങനെ പുറത്തുള്ള പാട്ടുകാരെ വെച്ചിട്ട് പാടിക്കുന്ന ഒരു കുറവാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അത്തരത്തിലുള്ള ആ അന്നത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അന്ന് ആർക്കൊക്കെ വേണ്ടിയാണ് അത്? പിന്നീട് നമ്മളൊരു വേറൊരു പ്രൊഫഷണൽ ഗായകന്റെ ശബ്ദത്തിൽ നമ്മൾ ഈ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ശരിക്കും ട്രാക്ക് പാടുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഗായകരുടെ കഴിവ് അവിടെ തെളിയിക്കുക എന്നുള്ളതല്ല. ഓർക്കസ്ട്ര എടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രാക്ക് പാടുന്നത്. ഓർക്കസ്ട്ര എടുക്കാന്ന് വെച്ചാൽ എല്ലാ ഇൻസ്ട്രുമെൻറ്റും ലൈവാണല്ലോ. ഇന്നത്തെ പോലെ ഫീഡിങ് ചിലപ്പോൾ കീബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഓർക്കസ്ട്ര എടുക്കാൻ വേണ്ടിയാണ് ഈ ട്രാക്ക് എടുക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് പാടണം, എന്നാലും മാത്രമേ അത് നമുക്ക് വിൻ ചെയ്ത് പോരാൻ പറ്റുള്ളൂ. കാരണം ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ പോകുമ്പോൾ അതിൻ്റെ കൗണ്ടറുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പിച്ചിൽ തന്നെ പോകണം. അങ്ങനെ പാടി വെച്ച പാട്ടുകൾ പിന്നീട് ആരൊക്കെയാണ് പാടിയിരിക്കുന്നത്? ഒത്തിരി ഗായകർ പാടിയിട്ടുണ്ട്. ചേട്ടൻ്റെ ഓർമ്മയിലുള്ള? എൻ്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ ജയന്ദ്രൻ മാഷ് പാടിയിട്ടുണ്ട്, മാർക്കോസ് ഏട്ടൻ, കെസ്റ്റേട്ടൻ, മധുബാലകൃഷ്ണൻ, MG ശ്രീകുമാർ, ബിജുനാരായണൻ, സുദീപ് കുമാർ, അഫ്സൽ, അൽഫോൻസ്,
ഒത്തിരി ഗായകർ ഇന്ന് ഈ ട്രാക്ക് പാടുന്നപ്പോൾ ഈ മെയിൽ സിംഗേഴ്സിന് മാത്രം അങ്ങനെയാണോ? ആ ഫീമെയിൽ സിംഗേഴ്സിന് പാടിയിട്ടുണ്ട്. സുജാത ചേച്ചിക്ക് പാടിയിട്ടുണ്ട്, രാധിക തിലക്, മിനിമിനി ചേച്ചിക്ക് പാടിയിട്ടുണ്ട്, ഇന്നിപ്പോൾ മിഥില പാടിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് പാട്ടുകൾ കുറേ പാട്ടുകാരുണ്ടല്ലോ, അവർക്കൊക്കെ പാടി, ചിത്രാരൻ അവർക്കൊക്കെ പാടിയിട്ടുണ്ട്. അത്യാവശ്യം ഗായകന്മാർക്കൊക്കെ പാടിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അത് വലിയ ഭാഗ്യമുള്ളത്. അന്നത്തെ കാലത്ത് ഞാൻ ട്രാക്ക് പാടിയാണ് കുറേ പാട്ടുകളൊക്കെ കാസറ്റിലാക്കി ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതല്ലേ? ഇന്നിപ്പോൾ അത് കേൾക്കാനുള്ള സൗകര്യമില്ല. അന്ന് അവർ പാടാൻ വരുമ്പോൾ നമ്മുടെ പാട്ടൊക്കെ ഇട്ട് കേൾക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ, നമ്മുടെ ശ്രീനിവാസ്, അവർക്കൊക്കെ വേണ്ടി പാടിയിട്ടുണ്ട് ഞാൻ. ഉണ്ണിമേനോൻസ് അവരൊക്കെ പാടിയിട്ടുണ്ട്. മഡ്രാസിലൊക്കെ പോയി വോയിസ് കൊടുത്തിട്ടുണ്ട്. അതല്ലേ? ഞാനും ജേക്കബ് ഒരുമിച്ച് അങ്ങനെ. അത് ഈ ജേക്കബ് സാറിൻ്റെ വർക്കാണ് കൂടുതലും ട്രാക്ക് കൂടുതൽ പാടിയാണ്. ഇത്രയും പ്രഗത്ഭരായ ഗായകർക്ക് വേണ്ടി ട്രാക്ക് പാടാൻ അവസരം കിട്ടിയ പോലെ തന്നെ എൻ്റെ കുറച്ച് പാട്ടുകളും അവരെ കൊണ്ട് പാടിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഡിവോഷനിലും ഉണ്ട്, ആൽബം ഉണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ദൈവം എനിക്ക് തന്നൊരു അനുഗ്രഹം, അതൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിലേകിടൂ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിലേക്കിടൂ. പരിമളമിയല ജീവിത മലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ, ചൊരിയേണമേ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിലേക്കിടൂ. വിജയേട്ട സന്തോഷം. വിജയേട്ടൻ്റെ കലാരംഗത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ. അപ്പോൾ ഇനി വലിയ വലിയ പുരസ്കാരങ്ങൾ, വലിയ വലിയ സംഗീത സംവിധാന രംഗത്ത് വലിയ വലിയ ഉയർച്ചകൾ എല്ലാ രീതിയിലും ബിജു മൂക്കന്നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കലാകാരൻ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് മാറട്ടെ എന്ന് ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.